നെക്സ്റ്റ് ഒരു 3-4 കേസുകൾ പറയാൻ പോവുകയാണ് നമ്മൾ. അതായത് ഒരു ബീക്കറിനകത്ത് ഈ ബീക്കറിനകത്തുള്ളത് വാട്ടറാണ്. ഇവിടെയുള്ള ലിക്വിഡ് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ വാട്ടറിനകത്ത് നമ്മൾ ഒരു ഐസ് ക്യൂബ് വെക്കുക. ഇതിനകത്ത് ഞാനൊരു ഐസ് ക്യൂബ് വെച്ചു. ഓക്കെ, ഇങ്ങനെ വിചാരിക്കൂ. അപ്പോൾ ഐസ് ക്യൂബ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിന്നുള്ള വാട്ടർ എന്താവും? ഇത്രയും സ്ഥലത്തല്ല ഇത് മുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തുള്ള വാട്ടർ ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ. വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയാൽ ആ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇവിടെ ലെവൽ കുറച്ച് കൂടും. ആ ഡിസ്പ്ലേസ്ഡ് വാട്ടർ വരുന്ന സമയത്ത് ആ വാട്ടർ കാരണം ലെവൽ കുറച്ചൊന്ന് കൂടി നിൽക്കും. അപ്പോൾ ലെവൽ ഇവിടെ വരെ എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വാട്ടറാണ് ഡിസ്പ്ലേസ്. അപ്പോൾ ഇത്രയും സ്ഥലത്തുണ്ടായിരുന്ന വാട്ടറാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ വോളിയം, ആ സ്ഥലത്തിൻ്റെ വോളിയം, ഈ സ്ഥലത്തിൻ്റെ വോളിയം ഞാൻ വി ഡാഷ് എടുത്തു. ആരുടെ വോളിയം? ഇതിനകത്തുള്ള ഉള്ളിലുള്ള ഐസ് ക്യൂബിൻ്റെ വോളിയം വി ഡാഷ് എടുത്തു. ആ സ്ഥലത്തിൽ നിന്നാണ് വാട്ടർ എന്തായ ഡിസ്പ്ലേസ്ഡ് ആയത്. അപ്പോൾ ഇവിടുന്ന് അപ്പാണ് ലെവൽ കൂടിയത്, ഇവിടെ എത്തിയത്. ലെവൽ ഇവിടം വരെ എത്തിയത്. അതിന് കാരണം ആരാണ്? ഈ വി ഡാഷ് വോളിയത്തിലുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയ. അപ്പോൾ ഈ വന്ന വാട്ടറിൻ്റെ വോളിയം അത് ഇതെല്ലാം കൂട്ടിയാണേ. ഈ വി ഡാഷാണ്, ഈ സ്ഥലത്തുള്ള വാട്ടറാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം വി ഡാഷാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഐസ് നമ്മൾ വെള്ളത്തിലിട്ടാൽ ഐസ് പൊങ്ങിക്കിടക്കും. പക്ഷേ വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് കൂടൂലേ. ലെവൽ കുറച്ച് കൂടിയിട്ട് ഇവിടെ എത്തും. അങ്ങനെ ലെവൽ കൂടാൻ കാരണം ഇവിടുന്ന് വന്ന ഡിസ്പ്ലേസ്ഡ് വാട്ടറാണ്. ഡിസ്പ്ലേസ്ഡ് വാട്ടറിന് കാരണമാണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ വോളിയം ആയിരിക്കും. ഇവിടുന്നല്ലേ വന്നത്. അപ്പോൾ വോളിയം വി ഡാഷ് എടുത്തു. ഇനി ചോദ്യം എന്താണോ, ഈ ഐസ് ക്യൂബ് ഇവിടെ നിന്നുകൊണ്ട് ഈ ഐസ് ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യുന്നു. ഐസ് ക്യൂബ് മാത്രമാണ് ഉള്ളത്. ഐസ് ക്യൂബിൻ്റെ കൂടെ വേറെ ആരുമില്ല. ഐസ് ക്യൂബ് മാത്രമല്ല. ഇനി ഐസ് ക്യൂബിൻ്റെ കൂടെ വേറെ ബോഡി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന ജനറൽ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കുക. നോക്കൂ, അപ്പോൾ ഇവിടെ നിന്ന് ഐസ് ക്യൂബ് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്തു. അപ്പോൾ ഐസ് ഇങ്ങനെ മെൽറ്റ് ചെയ്താൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും അല്ലേ. ആ വാട്ടറെല്ലാം ബീക്കർ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ലെവൽ എന്താവും? ഏത് ലെവൽ? ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ലെവലല്ലേ. ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ലെവൽ എന്തായാലും കൂടും. കാരണം ഐസ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളം ഉണ്ടായാൽ ആ വെള്ളം കൂടി വരുമ്പോൾ ലെവൽ ഇങ്ങനെ കൂടും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന ഈ ലെവൽ എന്തായാലും കൂടും. നമ്മുടെ ചോദ്യം ഈ ലെവലാണ്. അതായത് ഐസ് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഡിസ്പ്ലേസ്ഡ് വാട്ടർ കാരണം ലെവൽ ഇവിടെ എത്തിയല്ലോ. അപ്പോൾ ആ ലെവൽ ഇവിടെ എത്താൻ കാരണമായ വോളിയം എന്ന് പറഞ്ഞാൽ ഈ വോളിയമാണ്. ഈ വോളിയം എന്ന് പറയുമ്പോൾ വി ഡാഷ്. ഈ വോളിയം കാരണം ലെവൽ ഇവിടെ എത്തിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതല്ലേ ഫൈനൽ ലെവൽ. ആ ലെവൽ കൂടുമോ കുറയുമോ എന്നാണ്. ഈ ഐസ് കംപ്ലീറ്റ് ആയിട്ട് എന്തായാൽ മെൽറ്റ് ആയാൽ. അല്ലാണ്ട് ഈ സ്റ്റാർട്ടിംഗ് ലെവലല്ല. ഈ സ്റ്റാർട്ടിംഗ് ലെവൽ എന്തായാലും കൂടും. ഈ ലെവലാണ് നമ്മുടെ ചോദ്യം. അതായത് ഐസ് ഇവിടെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ലെവൽ ഏതാണ്? ഈ ലെവലാണ്. കാരണം ഡിസ്പ്ലേസ്ഡ് വാട്ടർ കാരണം ലെവൽ ഇതാണ് അല്ലേ. ഇനി ഐസ് കംപ്ലീറ്റ് മെൽറ്റായിട്ട് പിന്നെയും വെള്ളം ഉണ്ടായി. അപ്പോൾ ഈ ലെവൽ എന്താവും? ഈ ലെവലാണ്, അല്ലാണ്ട് സ്റ്റാർട്ടിംഗ് ലെവലല്ല. അത് സ്റ്റാർട്ടിംഗ് ലെവൽ എന്തായാലും കൂടും. ഈ ലെവൽ എന്താകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇനി ഈ ലെവൽ വരെ എത്താൻ കാരണം ആരാ? ഈ ലെവൽ വരെ എത്താൻ കാരണം ഇവിടെയുള്ള ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലേ. ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വോളിയം എത്രയാണ്? വി ഡാഷ് അല്ലേ. ഓക്കെ, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ എഴുതാൻ പോവാണ്. ബിഫോർ മെൽറ്റിംഗ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ജനറൽ ഇക്വേഷനും ഈ ഐസിൻ്റെ മാസ് ഞാൻ എം എടുത്തു. ഓക്കെ, ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയല്ലേ. ഫ്ലോട്ട് ചെയ്യുമ്പോഴുള്ള ജനറൽ ഇക്വേഷൻ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. കഴിഞ്ഞ ലോ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചല്ലേ. വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്.
വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്. ഓക്കെ, വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ അല്ലേ, ഐസിൻ്റെ വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് mg എന്ന് കൊടുക്കാം. വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എവിടെ നിന്നാണ് ഡിസ്പ്ലേസ്ഡ് ആകുന്നത്? ഈ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവുന്നത് എവിടെ നിന്നാണ്? വി ഡാഷ് അല്ലേ, വി ഡാഷ് ഇതല്ലേ, ഇവിടെയുള്ള വാട്ടർ അല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക. അപ്പോൾ വോളിയം എത്രയാണ്? വി ഡാഷ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആരാ ഡിസ്പ്ലേസ്ഡ് ആയ? വാട്ടർ. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി വാട്ടറിൻ്റെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി? മാസായി, ഇൻറ്റു ജി വെയിറ്റ് അല്ലേ. ഓക്കെ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, വെള്ളത്തിനകത്ത് ഫുള്ള് മുങ്ങിയാലാണ് എന്ത് സംഭവിക്കുക? ഫുള്ള് സിങ്ക് ചെയ്താൽ ഫുള്ള് മുങ്ങിയാലാണ് ഈ ഫുൾ വോളിയം എന്താവുക? ഇത്രയും ഫുൾ വോളിയം ഡിസ്പ്ലേസ്ഡ് ആവും, ഇത്രയും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. പക്ഷേ ഇവിടെ കുറച്ച് ഭാഗമേ മുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഫുൾ വോളിയം ഇല്ല, കുറച്ച് ഭാഗമേ മുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ മുങ്ങിയ ഭാഗത്തുള്ള, അതാണ് വോളിയം വി ഡാഷ്, ആ ഭാഗത്തുള്ള വാട്ടറാണ് ഡിസ്പ്ലേസ്ഡ് ആവും. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണ് വി ഡാഷ് എടുത്തത്. ജി ക്യാൻസൽ. സോ വി ഡാഷ് ഈക്വൽ ടു എന്താവും? വി ഡാഷ് ഈക്വൽ ടു എം ബൈ റോ വാട്ടർ. വി ഡാഷ് ഈക്വൽ ടു എം ബൈ റോ വാട്ടർ. ഇതാണ് മക്കളെ വി ഡാഷ്. വി ഡാഷ് എന്ന് വെച്ചാൽ ഏത്? ഈ വോളിയം, ഈ ബോഡീൻ്റെ മുങ്ങിയിരിക്കുന്ന വോളിയം. ഈ വോളിയമാണ്, ഇത്രയും വോളിയം വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ്. ആ വാട്ടറാണ് ഇവിടെ എത്തുക. അപ്പോൾ ആ വോളിയം വി ഡാഷ്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കൂ, ഈ ഐസ് ഇവിടെ നിന്നിട്ട് മെൽറ്റ് ചെയ്യുന്നു. മെൽറ്റ് ചെയ്യുമ്പോൾ ലെവൽ എന്താവുന്ന ചോദ്യം. ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ? സ്റ്റാർട്ടിങ് ലെവലല്ലേ. ഈ ഐസ് ഇവിടെ നിൽക്കുമ്പോഴല്ല, ഞാൻ നേരത്തെ പറഞ്ഞോ, അതുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഐസ് ഇവിടെ നിൽക്കുമ്പോൾ ലെവൽ ഏതാണ്? ഇതാണോ? അല്ലല്ലോ. ഐസ് വന്ന് നിന്നാൽ ഈ ലെവലിലെത്തൂലേ വെള്ളം വന്ന് പിന്നെ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഈ ലെവൽ വരെ എത്തൂലേ. ആ ലെവൽ എന്താവുന്ന ചോദ്യം. ഈ ഐസ് എന്ത് ചെയ്താൽ? മെൽറ്റ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, ഐസ് അവിടെ നിന്നെടുത്ത് തന്നെയാണ് മെൽറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് തന്നെ മെൽറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ വേറെ രൂപത്തിൽ പറയുന്നു, മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ ഐസ് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ലെവൽ എന്താവും? ലെവൽ ആദ്യം ഈ ഐസ് ഇവിടെ നിൽക്കുമ്പോൾ അല്ലേ ലെവൽ കുറച്ച് കൂടിയേ. അപ്പോൾ ഐസ് പുറത്തേക്ക് എടുത്താലോ ആ ലെവൽ ആദ്യത്തിടത്തേക്ക് തന്നെ പോകും അല്ലേ. അപ്പോൾ ഐസ് പുറത്തേക്ക് എടുത്താൽ പിക്ചർ എങ്ങനെയായി? ഐസ് പുറത്തേക്ക് എടുത്താൽ നമ്മളെ പിക്ചർ എങ്ങനെയായി? അപ്പോൾ ഐസ് പുറത്തേക്ക് അങ്ങ് എടുത്തു. അപ്പോൾ ഈ ലെവൽ, വാട്ടർ ലെവൽ ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. അപ്പോൾ ആദ്യത്തെ ലെവലിലേക്ക് തന്നെ പോയി, ആദ്യത്തെ ലെവലിലേക്ക് തന്നെ പോയി. ഈ ഐസ് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ വാട്ടർ ആദ്യത്തെ ലെവലിലേക്ക് തന്നെ പോയി. ചോദ്യം എന്തായിരുന്നു? ഐസ് മെൽറ്റ് ചെയ്താൽ എന്താവും? അപ്പോൾ ഐസ് ഇവിടെ നിന്നിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടാവുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നോ? ഐസ് പുറത്തേക്ക് എടുത്തപ്പോൾ ആദ്യത്തെ ലെവലിലേക്ക് തന്നെ പോയി. എന്നിട്ട് ആ ഐസ് പുറത്തേക്ക് എടുത്തിട്ട്, ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ആഫ്റ്റർ മെൽറ്റിംഗ്. ഓക്കെ, ഐസ് പുറത്തേക്ക് എടുത്തിട്ട്, ഐസിൻ്റെ മാസത്തിലായിരുന്നു എം അല്ലേ, ഐസിൻ്റെ മാസം എം അല്ലേ. ഐസ് പുറത്തേക്ക് എടുത്തിട്ട് ആ ഐസിനെ നമ്മൾ മെൽറ്റ് ചെയ്യിക്കുന്നു, വെള്ളമാക്കി മാറ്റുന്നു. ശരി, പുറത്തേക്ക് എടുത്തിട്ടല്ല വെള്ളമാക്കി മാറ്റുന്നത്, അവിടുന്ന് തന്നെ മെൽറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മൾ മനസ്സിലാൻ വേണ്ടി പറയാണ്, പുറത്തേക്ക് എടുത്തപ്പോൾ ആ ലെവൽ ആദ്യത്തെ അടുത്തേക്ക് തന്നെ പോയി. ഓക്കെ, എന്നിട്ട് പുറമേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ മെൽറ്റ് ചെയ്യിച്ചിട്ട് വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം, അപ്പോൾ ഐസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് ആദ്യത്തെ ലെവലിലേക്ക് പോയി. ഈ ഐസിനെ കഴിഞ്ഞിട്ട് പുറമേക്ക് എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യിക്കുമ്പോൾ വെള്ളം കിട്ടി. ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക, ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്? ഈ ഐസ് ഇവിടെ നിൽക്കുമ്പോൾ ലെവൽ ഏതാണ്? ഐസ് ഇല്ലെങ്കിലുള്ള ലെവലല്ലേ ഇത്. ഓക്കെ, ഐസ് നിൽക്കുമ്പോഴുള്ള ലെവൽ ഇതല്ലേ. ആ ലെവൽ കുറയോ കൂടുമെന്നല്ലേ ചോദ്യം, ഈ ലെവൽ കുറയോ കൂടുമെന്നല്ലേ ചോദ്യം. ഐസ് മെൽറ്റ് ചെയ്താൽ, അപ്പം നമ്മൾ ഐസിനെ പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഈ ലെവൽ ഇങ്ങനെയായി. പുറത്തേക്ക് എടുത്തിട്ട് മെൽറ്റ് ചെയ്യിക്കുമ്പോൾ വെള്ളം കിട്ടും. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്യണം? ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിനേക്കാളും, ഈ ഐസ് നിൽക്കുമ്പോഴുള്ള ലെവൽ അതല്ലേ, അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിനേക്കാളും കൂടുമോ കുറയോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ഐസിനെ മെൽറ്റ് ചെയ്യിക്കുന്നു, ഐസ് മെൽറ്റ് ചെയ്തു. ഓക്കെ, എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ എന്തുണ്ടാവും? എം മാസ് വാട്ടർ ഉണ്ടാവും. മെൽറ്റ് ചെയ്താൽ വാട്ടർ ഉണ്ടാവും. എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ എം മാസ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ ഉണ്ടായ വാട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം കാണുന്ന ഞാൻ, ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം, ഏത് വോളിയം? ഐസ് മെൽറ്റ് ചെയ്തുണ്ടായ വാട്ടറിൻ്റെ വോളിയം എങ്ങനെ കാണാം? മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി.
അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം എന്ന് പറയുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ മാസ് എം, മാസ് ബൈ ഡെൻസിറ്റി. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ഉണ്ടായി. നമ്മൾ ഈ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയമാണ് കാണുന്നത്. ഈ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി ആരുടെ? വാട്ടറിൻ്റെ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പം ആഫ്റ്റർ മെൽറ്റിംഗ് എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ആ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയമാണ് ഇത്. വോളിയം ഓഫ് വാട്ടർ ഫോംഡ്. എത്രയാ? ഐസ് മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വാട്ടറിൻ്റെ വോളിയം എത്രയാ? m/ρ വാട്ടർ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും വോളിയം എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. ആ വാട്ടർ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നു. ഐസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ലെവൽ ആദ്യത്തേക്ക് പോയിനല്ലോ. എന്നിട്ട് ഉണ്ടായ വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. വോളിയം എത്രയാ? m/ρ വാട്ടർ. അല്ലേ? ഈ വോളിയം m/ρ വാട്ടർ എന്നുള്ള ഈ വോളിയം ഇതല്ലേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് അല്ലേ? ഈ വോളിയം കണ്ടോ? നിങ്ങൾ കണ്ടോ? അത് ഈക്വൽ അല്ലേ? ഇത് m/ρ വാട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ വി ഡാഷ് കാരണമാണ് ഇവിടുന്ന് വന്ന വെള്ളമാണ് വോളിയം വി ഡാഷ്. അത് കാരണമാണ് ലെവൽ ഇവിടെ എത്തിയത്. ആ വി ഡാഷ് നമ്മൾ കണ്ടു. വി ഡാഷ് എത്രയാ? m/ρ വാട്ടറാണ്. അതിന് ഈക്വൽ അല്ല ഇതും m/ρ വാട്ടർ അല്ലേ? അപ്പോൾ ആ വി ഡാഷിന് ഈക്വലായ സംഭവം അല്ലേ വോളിയം വാട്ടർ അല്ലേ? വാട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് അതേ സംഭവം അല്ലേ ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ടായ വാട്ടർ എടുത്ത് നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അല്ലേ? ആ വാട്ടർ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ആ ഫോം ചെയ്ത വാട്ടർ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. അതിൻ്റെ വോളിയം എത്ര തന്നെയാ? m/ρ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വൽ അല്ലേ? ഈ സാധനത്തിന് ഈക്വൽ അല്ലേ? അപ്പം എന്ന് വെച്ചാൽ ഈ വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം അത് ആർക്ക് ഈക്വലാ? നേരത്തെ ഈ വി ഡാഷിന് എന്താണ്? അതിന് ഈക്വലാ. എന്ന് വെച്ചാൽ ഈ ലെവലും വി ഡാഷ് എന്ന് പറഞ്ഞാൽ ആ ലെവലും ഈ ലെവലും എന്താണ്? ഇതും m/ρ വാട്ടറാണ് അല്ലേ? ഇതും m/ρ വാട്ടറാണ്. എന്നാൽ ആ ലെവലും ഈ ലെവലും ഈക്വലാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവിടുന്ന് ഐസ് എന്ത് ചെയ്താൽ മെൽറ്റ് ചെയ്താൽ ഐസ് നിൽക്കുമ്പോഴുള്ള ലെവൽ ഏതാ? ഈ സ്റ്റാർട്ടിങ് ലെവൽ എന്തായാലും കൂടും. അത് കൂടുമോ കുറയോ എന്നല്ല ചോദ്യം. ഐസ് ഇവിടെ നിൽക്കുമ്പോൾ ലെവൽ എടുത്തും ഈ ഡിസ്പ്ലേസ്ഡ് വാട്ടർ കാരണം ലെവൽ ഇവിടെ എത്തും. ഈ ഐസ് ഇവിടുന്ന് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്ന പോലെ സങ്കല്പിക്കുക. അവിടെ നിന്നിരുന്ന് മെൽറ്റ് ചെയ്യാണ്, പക്ഷേ നമ്മൾ പുറമേക്ക് എടുത്തിട്ട് മെൽറ്റ് വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച പോലെ വിചാരിക്കും. അപ്പോൾ ആ വോളിയം ഈ ഉണ്ടാകുന്ന ആ വോളിയം ഈ വോളിയം സെയിം ആണ്. അതിൻ്റെ അർത്ഥം ആ ലെവലിന് സെയിം ആയിരിക്കും ഈ ലെവൽ. അപ്പോൾ ഐസ് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലെവൽ ഇവിടെ എത്തും. അപ്പോൾ ഐസ് ഇവിടുന്ന് മെൽറ്റ് ചെയ്താലും ലെവൽ അത് തന്നെയായിരിക്കും. അപ്പോൾ റിമെയിൻ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട എന്താണ്? ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന എപ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യം മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ കാരണം ലെവൽ കുറച്ച് കൂടും. ആ വോളിയം കാണാം. ഈ വോളിയം കണ്ടുപിടിച്ച് അത് കാരണം ലെവൽ കുറച്ച് കൂടി നിൽക്കും. ആ ലെവൽ ഇനി കൂടുകയോ കുറയോ എന്ന് നോക്കണം. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ വോളിയം കാണാം. മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വെള്ളത്തിൻ്റെ വോളിയം നിങ്ങൾ വിചാരിക്കൂ. ഈ വോളിയം ഓക്കെ, ഈ വോളിയത്തിനേക്കാൾ കൂടുതലാണെങ്കിലോ ഈ മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വെള്ളമില്ലേ അതിൻ്റെ വോളിയം ഈ വോളിയത്തിനേക്കാൾ കൂടുതലാണെങ്കിലോ അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ ലെവൽ എന്താണെന്ന് അറിയാം? ഈ ലെവലിൽ നിന്ന് എന്താവും? കൂടുന്നു അറിയാം. പക്ഷെ അങ്ങനെ ഇല്ല. ഈ വോളിയത്തിന് ഈക്വലായ വോളിയമാണ് എന്തുണ്ടാകുന്നത്? വാട്ടർ ഉണ്ടാകുന്നത് മെൽറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ലെവലിന് സെയിം ആയിരിക്കും ഈ ലെവൽ. ഓക്കെ, അപ്പോൾ ഐസ് മാത്രം ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഐസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ റിമെയിൻ സെയിം. ലെവൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ആദ്യത്തെ ലെവലല്ല, ഈ ലെവലല്ല. ഐസ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലെവൽ കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവുക. ആ ലെവൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ലെവൽ അങ്ങനെ തന്നെ ആയിരിക്കും, റിമെയിൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനൊരു കേസ് വിചാരിക്കും. നെക്സ്റ്റ് കേസ്, ഈ ബീക്കറിനകത്ത് വാട്ടർ തന്നെ, ഇതിലുള്ളത് വാട്ടർ തന്നെ. ഇതിനകത്ത് ഒരു ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നു.
ഒരു ഐസ് ക്യൂബ് ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നു. ഐസ് ക്യൂബിൻ്റെ മാസ് ക്യാപിറ്റൽ എം. ഓക്കെ, ഐസ് ക്യൂബിൻ്റെ മാസ് ക്യാപിറ്റൽ എം. ഈ ഐസ് ക്യൂബിൻ്റെ കൂടെ ഒരു കോർക്കുണ്ട്. ഇവിടെ. കോർക്കിൻ്റെ മാസ് സ്മോൾ. കോർക്ക് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനമാണ് അല്ലേ. ഐസ് ക്യൂബിൻ്റെ കൂടെ ഒരു കോർക്കുണ്ടേ. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സംഭവിക്കുന്ന ഇത്രയും സ്ഥലത്ത് നേരത്തെ എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ടായിരുന്നു. ഇത് വാട്ടർ തന്നെയാണ്. ഇത്രയും സ്ഥലത്ത് വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ് ക്യൂബുണ്ട്, കോർക്കുണ്ട്. കോർക്ക് എന്ന് പറയുമ്പോൾ വാട്ടറിൽ പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഇന്നലെ ഐസ് ക്യൂബ് ഇവിടുന്ന് എടുത്ത് മാറ്റിയാൽ കോർക്ക് വന്നിട്ട് ഇവിടെ പൊങ്ങിക്കിടക്കും ആ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഇതിവിടെ ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഈ വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വോളിയം ഞാൻ വി ഡാഷ് എടുത്തു. ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇവിടെ ലെവൽ കുറച്ച് കൂടും അല്ലേ. ആ വാട്ടർ വന്നിട്ട് ഇവിടെ ലെവൽ കുറച്ച് കൂടും. അപ്പോൾ ഈ ലെവൽ ഇങ്ങനെ കൂടാൻ കാരണമായ വോളിയം ആരാണ്? വോളിയം എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന വാട്ടർ. അപ്പോൾ വോളിയം എത്രയാണ്? വി ഡാഷ്. അപ്പോൾ ഈ വി ഡാഷ് എന്ന് പറയുന്ന വോളിയം, ഇത്രയും വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആയിട്ട്. അപ്പോൾ ഇത് കാരണക്കാരൻ വി ഡാഷാണ്, ഈ വോളിയമാണ്. ഇത്രയും വാട്ടർ കാരണമാണ് ലെവൽ കൂടിയത്. ഇനി ചോദ്യം എന്താണ്? അപ്പോൾ ഐസും കോർക്കും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഐസും കോർക്കും കൂടി നിൽക്കുന്ന സമയത്ത് ലെവൽ ഇവിടെ എത്തി. ഐസും കോർക്കും കൂടി നിൽക്കുന്ന സമയത്ത് ലെവൽ അവിടെ എത്തി. ഇനി ഐസ് ഇവിടുന്ന് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്യുന്നു. ഐസ് മെൽറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഐസ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളം ഉണ്ടാവും. ഇനി ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി സംഭവിക്കും. ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ കോർക്ക് വന്നിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും അല്ലേ. അന്നേരം ലെവൽ എന്താവും? ഇങ്ങനെ ചോദിക്കുക, ലെവൽ എന്താവും? ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ? ഈ സ്റ്റാർട്ടിംഗ് ലെവലല്ല മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റാർട്ടിംഗ് ലെവലല്ല. സ്റ്റാർട്ടിംഗ് ലെവൽ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകുമ്പോൾ എന്തായാലും കൂടും. സ്റ്റാർട്ടിംഗ് ലെവൽ എന്തായാലും കൂടും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകുമ്പോൾ ലെവൽ എന്തായാലും കൂടും. നമ്മുടെ ചോദ്യം ഈ ലെവൽ എന്താകും എന്നാണ്. ഈ ലെവൽ എന്താകും എന്നാ ചോദ്യം. എന്നാൽ ഇവരിവിടെ നിൽക്കുന്ന സമയത്ത് ലെവൽ ഏതാണ്? ഇവർ രണ്ടാളും കൂടി നിൽക്കുന്ന സമയത്ത് ലെവൽ ഇതാണോ? സ്റ്റാർട്ടിംഗ് ലെവലാണോ? അല്ല. ഈ ലെവൽ അവിടെ എത്തിയില്ലേ? ആ ലെവൽ എന്താകുന്ന ചോദ്യം. ഈ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ എന്താകും? ആ ലെവൽ കൂടുകയോ കുറയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബിഫോർ മെൽറ്റിംഗ് ചെയ്യണം. ബിഫോർ മെൽറ്റിംഗ് അല്ലേ? ഫ്ലോട്ട് ചെയ്യുന്നല്ലേ? ഫ്ലോട്ട് ചെയ്യുമ്പോൾ എന്ന ഇക്വേഷൻ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്നാ വെയിറ്റ് ഓഫ് ബോഡി അല്ലേ. വെയിറ്റ് ഓഫ് ബോഡി ഇത് ബൈ ഹാർട്ട് ആയിരിക്കണേ. വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് അല്ലേ. വെയിറ്റ് ഓഫ് ബോഡി പറയാം. വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ ഐസും ഉണ്ട്, കോർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എം ഉണ്ട്, സ്മോൾ എം ഉണ്ട്. ക്യാപിറ്റൽ എം ഐസിൻ്റെത്, സ്മോൾ എം കോർക്കിൻ്റെത് ഇൻറ്റു ജി. വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആകുന്നത്? വോളിയം എത്രയാണ്? വി ഡാഷ്. ഇവിടുന്നല്ലേ ഡിസ്പ്ലേസ്ഡ് ആകുന്നത്? വി ഡാഷ്. ഡിസ്പ്ലേസ്ഡ് ആവുന്ന ആളാരാ? വാട്ടറാണ്. അപ്പോൾ റോ വാട്ടർ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി? മാസ്സായി. മാസ് ആരുടെ? വാട്ടർ ഡിസ്പ്ലേസ്ഡിൻ്റെ മാസ് ഇൻറ്റു ജി. നമ്മൾ നേരത്തെ ചെയ്ത സംഭവം തന്നെ. ആകെയുള്ള മാറ്റം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 മാസ് ഉണ്ട്, ഐസുണ്ട് കോർക്കുണ്ട്. അതാ സംഭവം. ജി ക്യാൻസലായി. അപ്പോൾ വി ഡാഷ് എന്താവും? വി ഡാഷ് ക്യാപിറ്റൽ എം ബൈ റോ വാട്ടർ പ്ലസ് സ്മോൾ എം ബൈ റോ വാട്ടർ ആവും. ഒന്നുമില്ല, ഈ റോ വാട്ടർ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ആവൂലേ? ഈ വി ഡാഷാണ് ആരെ വോളിയം? വി ഡാഷാണ് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ വോളിയം. ആ വോളിയം കാരണമാണ് ലെവൽ ഇവിടെ എത്തിയത്, വി ഡാഷ്. ഇനി ചോദ്യം എന്താണ്? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ സങ്കല്പിച്ച പോലെ സങ്കല്പിക്കുക. ഒന്നുമില്ല, ഐസ് അവിടെ നിന്നിടത്ത് തന്നെയാണ് മക്കളെ മെൽറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ആ ഐസിനെ നമ്മൾ പുറമേക്ക് എടുത്തോ, എന്നിട്ട് മെൽറ്റ് ചെയ്താൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ പുറമേക്ക് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചാൽ പോരെ, വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പോൾ നമ്മളെ പിക്ചർ എങ്ങനെയാവും നോക്കൂ. നമ്മൾ
ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർക്ക് വന്നിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ലെവലിലേക്ക് തന്നെ പോകും. സ്റ്റാർട്ടിങ് ലെവൽ ഈ ലെവൽ എന്തായാലും ആ ലെവൽ എന്തായാലും കൂടുവേ. നമ്മളെ ചോദ്യം ഈ ലെവലാണ് കേട്ടോ. അവർ വന്ന് നിൽക്കുമ്പോൾ ലെവൽ ഇവിടെ എത്തും. ആ ലെവൽ എന്താവുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് പറയാം. അവിടെ വെക്കട്ടെ. രണ്ട് രൂപത്തിൽ ഇപ്പം വാട്ടറിൻ്റെ കാര്യം നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രൂപത്തിൽ വാട്ടർ ഉണ്ടാവും. ഒന്ന് ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവും. പിന്നെ എങ്ങനെ വാട്ടർ ഉണ്ടാവും? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഞാനൊന്ന് ആദ്യം പറയട്ടെ. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർക്ക് എന്ത് ചെയ്യും? കോർക്ക് വന്നിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ കോർക്ക് സ്മോളം അത് വന്നിട്ട് വാട്ടറിൽ പൊങ്ങിക്കിടക്കും. ഇത് കോർക്കാണേ. കോർക്ക് വന്നിട്ട് വാട്ടറിൽ പൊങ്ങിക്കിടന്നു. അപ്പോൾ എങ്ങനെ വെള്ളം ഉണ്ടാവും ഞാൻ പറഞ്ഞത്? ഇത് സ്റ്റാർട്ടിങ് ലെവലാണ് കാണിച്ചത്. സ്റ്റാർട്ടിങ് ലെവൽ എങ്ങനെ വെള്ളം ഉണ്ടാവും? കോർക്ക് വന്നിട്ട് പൊങ്ങിക്കിടക്കുന്ന സമയത്ത് കോർക്കിൻ്റെ മാസ് സ്മോളം അല്ലേ? അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള അത് ഉള്ളിലല്ലേ, അത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ആ ഡിസ്പ്ലേസർ വരുമ്പോൾ കുറച്ച് ലെവൽ കൂടും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടെന്നാൽ ഈ ലെവൽ വരെ എത്തുമോ ഇല്ലയോ, അല്ല അതിനേക്കാൾ കൂടുമോ എന്നാൽ ചെക്ക് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ കോർക്ക് പൊങ്ങിക്കിടക്കുമ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ് ആവും. ആ വോളിയം ഞാൻ V1 നിർത്തും. V1 ഈ ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി. ആ വോളിയം ഞാൻ V1 നിർത്തും. ഓക്കെ, അപ്പോൾ കോർക്ക് പൊങ്ങിക്കിടക്കുന്നല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ആഫ്റ്റർ മെൽറ്റിംഗ് ആണ്. ആഫ്റ്റർ മെൽറ്റിംഗ് അല്ലേ കോർക്ക് പൊങ്ങിക്കിടക്കുക. ഐസിൻ്റെ കാര്യം പറയാം. നമുക്ക് പറയാം, അടക്കട്ടെ. കോർക്കിൻ്റെ കാര്യം പറയുന്ന ആദ്യം. ആഫ്റ്റർ മെൽറ്റ് ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് വിചാരിക്കുക. ഐസ് മെൽറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് ഇപ്പോൾ ചെയ്യാനുണ്ട്, അടക്കട്ടെ. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കോർക്ക് പൊങ്ങിക്കിടക്കുമ്പോൾ കാര്യം പറയുന്നത്. കോർക്ക് പൊങ്ങിക്കിടക്കുമ്പോൾ കോർക്കിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ലെവൽ കുറച്ച് വാട്ടർ വരും. പിന്നെ ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന വാട്ടർ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. അപ്പോൾ കോർക്ക് പൊങ്ങിക്കിടക്കുന്നല്ലേ, ഫ്ലോട്ട് ചെയ്യുന്നല്ലേ? ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഫ്ലോട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു ഇതന്നെ വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് ഈ ഫോമുല തന്നെ. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബോഡി. ഇപ്പോൾ കോർക്ക് മാത്രമേ ഉള്ളൂ. കോർക്ക് മാത്രമാകുമ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ mg, വെയിറ്റ് ഓഫ് ദ ബോഡി സ്മോൾ mg ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആവുക? ഈ V1 ഈ സ്ഥലത്തു നിന്നല്ലേ അടിയിലുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇവിടെയുള്ള വാട്ടർ അല്ലേ ഡിസ്പ്ലേസ്, ബാക്കി ഭാഗം പുറത്തല്ലേ. അപ്പോൾ ഇവിടെയുള്ള വാട്ടർ അല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക. അപ്പോൾ വോളിയം എത്ര? V1 വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസ് ഇൻറ്റു G വെയിറ്റ്. G ക്യാൻസൽ. സോ V1 എന്താവും? V1 ഈക്വൽ സ്മോൾ m ബൈ റോ വാട്ടർ. ഇത്രയും വോളിയം V1 വോളിയം ഇവിടെയുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ കുറച്ച് ലെവൽ കൂടി. ഇവിടെയുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ കുറച്ച് ലെവൽ കൂടി. അങ്ങനെ നമ്മൾ ഈ ലെവൽ വരെ എത്തുമോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോർക്ക് കാരണം ഇത്രയും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പോൾ കുറച്ച് ലെവൽ കൂടിയായി. കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കുറച്ച് ലെവൽ കൂടി. ഇനിയും വാട്ടർ ഉണ്ടാവും. എങ്ങനെ? ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ നോക്കാം എന്താ പറഞ്ഞത്? M മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ അങ്ങനെയല്ല, ക്യാപിറ്റൽ M അല്ലേ മാസ്, നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ. M മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? M മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ M മാസ് വാട്ടർ ഉണ്ടാവും. M മാസ് വാട്ടർ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്തായിരിക്കും? V2 നിൽക്കുന്നു. വോളിയം V2. ആ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം V2. ഓക്കെ, ആ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം V2. അപ്പോൾ വോളിയം എങ്ങനെ കാണും? മാസ് ബൈ ഡെൻസിറ്റി. മാസ് M ബൈ ഡെൻസിറ്റി ആരെ? വാട്ടറിൻ്റെ. ഇപ്പോൾ റോ വാട്ടർ. അപ്പോൾ ഇത്രയും വോളിയം വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്താൽ ഇത്രയും ഉണ്ടാവും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. ഇത്രയും വാട്ടർ ഉണ്ടാവും. പിന്നെ ഈ കോർക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അവിടുന്ന് കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അത് നമ്മൾ കണ്ടുപിടിച്ചു. V1 ആണ് ഇവിടുന്ന് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുന്നതിൻ്റെ വോളിയം. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയാണ്? ഒന്ന് കോർക്ക് കാരണം ഡിസ്പ്ലേസ്ഡ് ആകുന്ന വോളിയം, അത് V1. കോർക്ക് കാരണം ഡിസ്പ്ലേസ്ഡ് ആകുന്നത്. പിന്നെ ഐസ് മെൽറ്റ് ചെയ്തുണ്ടാകുന്നത് ഇതും രണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് V1 + V2. ഒന്നിത് ക്യാപിറ്റൽ M ബൈ റോ വാട്ടർ പ്ലസ് ഒന്നിത് കോർക്ക് കാരണം. ഒന്ന് ഐസ് മെൽറ്റ് ചെയ്തുണ്ടാകുന്നത്, പിന്നെ കോർക്ക് കാരണം ഡിസ്പ്ലേസ്ഡ് ആവുന്നത്. ഓക്കെ, അത് സ്മോൾ m ബൈ റോ വാട്ടർ രണ്ടും ഉണ്ടാവും.
ഓക്കെ, നിങ്ങൾ കണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇത്രയും വാട്ടർ ഉണ്ടായി. ഒന്ന് ഐസ് മെൽറ്റ് ചെയ്തിട്ടും ഒന്ന് കോർക്ക് കാരണം ഡിസ്പ്ലേസ്ഡാണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും. നോക്കൂ, ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ കോർക്ക് കാരണം കുറച്ച് ഡിസ്പ്ലേസറായി. പിന്നെ ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായ വെള്ളമുണ്ട് അല്ലേ? അതിൻ്റെ രണ്ടിൻ്റെ ടോട്ടലായത്. ആ ടോട്ടൽ നേരത്തെ വി ഡാഷിന്, ഈ ടോട്ടൽ വോളിയം നേരത്തെ വി ഡാഷിന് ഈക്വലാണ് എന്ന് വെച്ചാൽ ഇത് ഈക്വലാണ്. നോക്കൂ, അപ്പോൾ ഈ വി ഡാഷിന് ഈക്വലാണ്. അപ്പോൾ അതിന് ഈക്വലാണെന്ന് പറഞ്ഞാൽ അത് തന്നെ അവിടെ വരെ തന്നെ എത്തും. അപ്പോൾ എങ്ങനെയൊക്കെ വാട്ടർ ഉണ്ടായി? ഒന്ന് ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ഉണ്ടായി, ആ വാട്ടർ വന്നു. പിന്നെ ഈ കോർക്ക് കാരണം കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ്ഡാവും, അത് വന്നു. ആ ടോട്ടൽ വോളിയം, ആ ഉണ്ടാകുന്ന ടോട്ടൽ വോളിയം, ആ വോളിയം നേരത്തെ ഈ വി ഡാഷിന് ഈക്വലാണ്. അത് ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ വി ഡാഷിന് ഈക്വലാണ് ഇതും. മനസ്സിലായോ? അപ്പോൾ ലെവൽ റിമെയിൻസ് എന്താണ്? സെയിം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വാട്ടറിനകത്തുള്ളത് ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്നത് ഒരു ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഐസ് ക്യൂബിൻ്റെ മാസ് ക്യാപിറ്റൽ M. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബോളോ അങ്ങനെ വെള്ളത്തിൽ താണു പോകുന്ന സാധനം, വെള്ളത്തിൽ സിങ്ക് ചെയ്യുന്ന ഒരു ബോഡി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മാസ് സ്മോൾ എന്ന് എടുത്തു. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി എന്താവും? ആ ബോഡി ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി അങ്ങ് സിങ്ക് ചെയ്തു. അപ്പോൾ ഓട്ടെ, ഇത് സ്റ്റാർട്ടിംഗ് ലെവലാണ് ഞാൻ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് ലെവൽ. ആ ലെവൽ എന്താകും എന്നല്ല നമ്മുടെ ചോദ്യം. ഇവർ വന്ന് നിന്നാൽ എന്ത് സംഭവിക്കും? ഇവരിങ്ങനെ വന്ന് നിന്നാൽ എന്ത് സംഭവിക്കും? വന്ന് നിന്നാൽ ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. ഈ സ്ഥലം നമ്മൾ വി ഡാഷ് എടുക്കുക, നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ഒരേ ലോജിക്ക് തന്നെ. ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വോളിയം എത്രയാ? വി ഡാഷ്. അത് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ലെവൽ ഇങ്ങനെ കുറച്ച് കൂടി നിൽക്കും അല്ലേ? ആ ഡിസ്പ്ലേസ്ഡ് വാട്ടർ കാരണം അതിൻ്റെ വോളിയം എത്രയാണ്? വി ഡാഷ്. അത് കാരണം ലെവൽ ഇങ്ങനെ കുറച്ച് കൂടി നിൽക്കും. അപ്പോൾ വോളിയം വി ഡാഷ് ആണ്. അപ്പോൾ ലെവൽ ഇങ്ങനെ കുറച്ച് കൂടി നിൽക്കും. ആ ലെവൽ എന്താവുന്ന ചോദ്യം? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലല്ലേ ചോദ്യം. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ലെവൽ അവിടെ എത്തും. ആ ലെവൽ എന്താകും എന്നാ ചോദ്യം. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നില്ല ഫസ്റ്റ്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം ആദ്യം ചെയ്യാം നമുക്ക്. ബിഫോർ മെൽറ്റിംഗ്. ഓക്കെ, ഫ്ലോട്ട് ചെയ്യുന്നല്ലേ? ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തിനും? വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അങ്ങനെയല്ലേ? വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ M + M × G. വെയിറ്റ് ഓഫ് ദ ബോഡി ഓക്കെ ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആവുക? ഡിസ്പ്ലേസ്ഡ് ആവുന്നത് വോളിയം ഇവിടുന്നല്ലേ? വി ഡാഷ് അല്ലേ? അത് ചെയ്ത അതേ സംഭവം തന്നെ, വി ഡാഷ് അല്ലേ? ഡിസ്പ്ലേസ്ഡ് ആവുന്ന ആളാരാ? വാട്ടർ. അപ്പോൾ റോ വാട്ടർ. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി? മാസ്സായി ഇൻറ്റു ജി ക്യാൻസൽ. സോ വി ഡാഷ് ഈക്വൽ ടു, ഇതെല്ലാം നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ്. വി ഡാഷ് ഈക്വൽ ടു റോ വാട്ടർ ടേക്ക് ലെഫ്റ്റ് സൈഡ്. സോ M/റോ വാട്ടർ പ്ലസ് m/റോ വാട്ടർ. ഇതവിടെ കട്ടെ. ഇതാണ് വി ഡാഷ്. ഈ വി ഡാഷ് ആരെ വോളിയാണ്? വി ഡാഷ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആകുന്ന വാട്ടറിൻ്റെ വോളിയം. അത് കാരണമാണ് ലെവൽ ഇവിടെ എത്തിയത്. ഇനി ചോദ്യം എന്താണ്? അപ്പോൾ ലെവൽ അവിടെ എത്തി. ഇനി ഇവിടുന്ന് ഐസ് മെൽറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒറ്റയടിക്ക് ചിന്തിച്ച് ആൻസർ പറയുക ഇങ്ങനെയാണ്. അതായത് ഐസ് മെൽറ്റ് ചെയ്തു. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടായി. ഐസ് മെൽറ്റ് ചെയ്യുമ്പം ഈ സ്റ്റീൽ ബോൾ അല്ലെ സ്റ്റോണ്, ഐസ് വെള്ളത്തിൽ താണുന്ന സാധനമല്ലേ, അതങ്ങ് മുങ്ങിപ്പോവും. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഫ്രീ ആയി. അപ്പോൾ അതങ്ങ് താണുപോയി. അപ്പോൾ അത് താണുപോയി. അപ്പോൾ നമ്മൾ വെള്ളത്തിലല്ലേ നമ്മൾ കല്ലെടുത്തിട്ടാൽ ലെവൽ എന്താവും? കൂടും അല്ലേ? വെള്ളത്തിൽ കല്ലെടുത്തിടുമ്പോൾ ആ ലെവൽ കൂടും. അങ്ങനെയല്ലേ നമ്മളെപ്പോഴും കാണല്.
അപ്പോൾ ഇത് ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് താഴ്ന്നു പോകും. താഴ്ന്നു പോകുമ്പോൾ ലെവൽ കൂടും. ഇപ്പോൾ ലെവൽ റൈസസ് നമ്മൾ ആൻസർ ചെയ്യും. അങ്ങനെയല്ല, ആ ലെവൽ റൈസസ് എന്ന് പറയുന്നത് ഏത് ലെവലാണ്? ഈ ലെവൽ റൈസ് ചെയ്യും. അതെന്തായാലും റൈസ് ചെയ്യും. സ്റ്റാർട്ടിംഗ് ലെവൽ എന്തായാലും റൈസ് ചെയ്യും. കാരണം ഇത് ഇങ്ങനെ താണു പോയാൽ പിന്നെ ഐസ് മെൽറ്റ് ചെയ്യുന്ന വെള്ളം ഉണ്ടാകുന്നില്ലേ. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് ലെവൽ റൈസ് ചെയ്യും. അതല്ല നമ്മുടെ ചോദ്യം. ഇവരിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ലെവൽ ഏതാണ്? ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് വാട്ടർ വന്നിട്ട് ഈ ലെവലിലെത്തി നിൽക്കുകയല്ലേ, ആ ലെവൽ എന്താവുന്ന ചോദ്യം. അല്ലാണ്ട് നമ്മൾ സാധാരണ ആൻസർ പറയുന്നത് ഇപ്പോൾ ഇതൊന്നുമില്ല എന്ന് വിചാരിച്ചു, ഇതൊന്നുമില്ല, നമ്മൾ പുറമേ നിന്ന് കുറച്ച് കല്ലെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. കല്ലെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ ലെവൽ കൂടി വരും. ശരി, അത് ഓക്കെ, ലെവൽ കൂടി വരും. അതേത് ലെവൽ? സ്റ്റാർട്ടിംഗ് ലെവൽ. ഈ ലെവൽ കൂടി വരും. ഇതൊന്നും ഇവിടെ ഇല്ലയെന്ന് വിചാരിച്ചോ, ഇതൊന്നും ഇവിടെ ഇല്ലെങ്കിൽ പുറമേ നിന്ന് കല്ലെടുത്തിട്ടാൽ ലെവൽ കൂടി വരുമല്ലോ, ആ ലെവൽ കൂടി വരും. അതല്ല നമ്മുടെ ചോദ്യം. ഇവർ രണ്ടാളും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. ആ സമയത്ത് ലെവൽ ഏതാണ്? ഇതാണോ? അല്ലല്ലോ. ഇവരിവിടെ വന്ന് നിന്നാൽ ഈ വാട്ടർ വരുന്നത് കാരണം ലെവൽ ഇവിടെ എത്തുമല്ലോ. ആ ലെവൽ എന്താകും എന്നാണ് ചോദ്യം. ഈ ലെവൽ എന്താകും എന്നാണ് ചോദ്യം. ഓക്കെ, അത് നോക്കാം. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ആഫ്റ്റർ മെൽറ്റിംഗ് ആണ് ഈ പറയാൻ പോകുന്നത്. ആഫ്റ്റർ മെൽറ്റിംഗ് എങ്ങനെ ഉണ്ടാവും? ആഫ്റ്റർ മെൽറ്റിംഗ് നമ്മൾ പിക്ചർ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. നോക്കൂ, നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് തന്നെ മാർക്ക് ചെയ്യുന്നു. അതവിടെ കട്ടെ, സ്റ്റാർട്ടിംഗ് ലെവൽ വരെ വാട്ടർ. ഓക്കെ, ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് പറയാം. അവിടെ കട്ടെ, ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. അതവിടെ കട്ടെ, പറയാം. ഈ ബോഡീൻ്റെ കാര്യം പറയാം. ഈ ബോഡീൻ്റെ ഡെൻസിറ്റി ഞാൻ സിഗ്മ എടുത്തു. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്ന്, സ്റ്റാർട്ടിംഗ് ലെവൽ എന്താവുന്നല്ലേ ചോദ്യം. സ്റ്റാർട്ടിംഗ് ലെവൽ എന്തായാലും കൂടും, വെള്ളം ഉണ്ടാകുന്ന സമയത്ത് അതും കൂടും. ഈ ലെവലാണ് നമ്മുടെ ചോദ്യം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ആ ലെവൽ എന്താവുന്ന ചോദ്യം. നോക്കാം. ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോണ് അല്ലെ സ്റ്റീൽ ബോൾ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അത് അടിയിലെത്തി അല്ലേ, താഴ്ന്നു പോകും, സിങ്ക് ചെയ്ത് പോകുന്ന സാധനമല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡീൻ്റെ ഡെൻസിറ്റി എത്രയാണ്? ബോഡീൻ്റെ ഡെൻസിറ്റി സിഗ്മ ആയിരുന്നല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് സിങ്ക് ആവുമല്ലോ, കംപ്ലീറ്റ് മുങ്ങിപ്പോവും. കംപ്ലീറ്റ് മുങ്ങിയാൽ എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആവുക? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുക ഇത്രയും സ്ഥലത്തു നിന്നാണ് അല്ലേ, ഇത്രയും സ്ഥലത്തുള്ള വാട്ടറാണ്, അവിടെ നേരത്തെ വാട്ടർ ഉണ്ടായിരുന്നു, അത്രയും സ്ഥലത്തുള്ള വാട്ടറാണ് ഡിസ്പ്ലേസ്ഡ് ആവുക. അത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിപ്പം സിങ്ക് ചെയ്ത് പോയി, ഫുള്ള് മുങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുക? ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ ഈ ഫുൾ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ വോളിയം, വോളിയം? ബോഡീൻ്റെ വോളിയം തന്നെ എടുക്കുക. അത് ഞാൻ V1 എടുക്കുന്നു. ബോഡീൻ്റെ മൊത്തം വോളിയം V1 എടുക്കുന്നു. ഈ ഫുൾ സ്ഥലത്തുള്ള വാട്ടറും ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ലെവൽ കുറച്ച് കൂടും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് കുറച്ച് കൂടിയേ. എന്നിട്ട് അങ്ങനെ ഇവിടം വരെ എത്തുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഇവിടം വരെ എത്തുമോ അല്ല അതിനേക്കാൾ കൂടുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ സ്ഥലത്ത് നിന്നും ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ ആ ഫുൾ സ്പേസിലുള്ള വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. ഈ ഫുൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരെ വോളിയം? ബോഡീൻ്റെ വോളിയം. അപ്പോൾ ഫുള്ള് മുങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോഡീൻ്റെ വോളിയം ആയിരിക്കും, ബോഡീൻ്റെ മൊത്തം വോളിയം എടുക്കുക. ഇതിൻ്റെ വോളിയം ആയിരിക്കും ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വോളിയം. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആരെ വോളിയം? ബോഡീൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ആയിരിക്കും. ഈക്വൽ ടു ഈ വോളിയം ഓഫ് ബോഡി ആയിരിക്കും. കാരണം ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? ഇവിടെയുള്ള വാട്ടറാണ് ഡിസ്പ്ലേസ്ഡ് ആവുക. വോളിയം ഓഫ് ബോഡി എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആണെന്ന് നോക്കണ്ട. വോളിയം ഓഫ് ബോഡി എങ്ങനെയാണ് കാണാം? മാസ് ബൈ ഡെൻസിറ്റി ആരുടെ? ബോഡീൻ്റെ. ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് ബോഡി ആയിരിക്കും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇപ്പോൾ വോളിയം ഓഫ് ബോഡി പറഞ്ഞാൽ മതി. വോളിയം ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി ആരുടെ? ബോഡീൻ്റെ. അപ്പോൾ സ്മോൾ m ബൈ സിഗ്മ മാസ് ബൈ ഡെൻസിറ്റി ബോഡീൻ്റെ.
അതായിരിക്കും വോളിയം ഓഫ് വാട്ടർ അപ്പോൾ ഇവിടുന്ന് കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഈ ലെവൽ സ്റ്റാർട്ടിംഗ് ലെവൽ കുറച്ചൊന്ന് കൂടിയേ. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ കുറച്ച് കൂടി, വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ആ വാട്ടർ കാരണം കുറച്ച് ലെവൽ കൂടി. പിന്നെ എങ്ങനെയാണ് വാട്ടർ ഉണ്ടാവുക? പിന്നെ ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ എല്ലാപ്പം പറയുന്ന സംഭവം തന്നെ. എന്തെന്ന്? എം മാസ് ഐസ് മെൽറ്റ് ചെയ്ത് കേപ്പല്ലാം അല്ലേ, എം മാസ് ഐസ് മെൽറ്റ് ചെയ്തിട്ട് എം മാസ് എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. എം മാസ് ഐസ് മെൽറ്റ് ചെയ്തിട്ട് എം മാസ് വാട്ടർ ഉണ്ടായി. അപ്പോൾ ആ ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം V2 എന്ന് എടുക്കാം. ഉണ്ടായ വാട്ടറിൻ്റെ വോളിയം എങ്ങനെ കാണാം? മാസ് ബൈ ഡെൻസിറ്റി. മാസ് ക്യാപിറ്റലാണ് ബൈ ഡെൻസിറ്റി. ഉണ്ടായതായ വാട്ടർ ആകുമ്പോൾ റോ വാട്ടർ, മാസ് ബൈ ഡെൻസിറ്റി വോളിയം. ഓക്കെ, അപ്പം അത്രയും വാട്ടർ. അപ്പോൾ രണ്ട് രീതിയിൽ വാട്ടർ ഉണ്ടാവും. എങ്ങനെയല്ലോ? ഒന്ന് ഐസ് മെൽറ്റ് ചെയ്തിട്ട് ഇത്രയും വാട്ടർ ഉണ്ടായി അത് ഉണ്ടായി. പിന്നെ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി അങ്ങ് താഴ്ന്നു പോകും, ആ ബോഡി അങ്ങ് താഴ്ന്നു പോയി. അപ്പോൾ ഇത്രയും സ്ഥലത്തുനിന്ന് വാട്ടർ എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടർ, അതാണ് ആ വോളിയാണ് ഇത് നമ്മൾ കണ്ടത്. ഓക്കെ, പിന്നെ ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായ വാട്ടർ. അപ്പോൾ രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് V1 V2. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? കാര്യം മനസ്സിലായല്ലോ. ബോഡി മുങ്ങിപ്പോയാൽ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടർ ഉണ്ടാവും, എന്നാൽ ഇതുണ്ടാവും, ഈ വോളിയം ഉണ്ടാവും. പിന്നെ ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായ വാട്ടർ ഉണ്ടാവും. ഇപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ V1 + V2 അതെത്രയാ? ക്യാപിറ്റൽ M ബൈ റോ വാട്ടർ പ്ലസ് ഇതാണ് സ്മോൾ m ബൈ സിഗ്മ. അപ്പോൾ നോക്കൂ, ഇതും അതും ഈക്വൽ ആണോ? അല്ല, ഇതാ ചെക്ക് ചെയ്യണ്ടേ. ബിഫോർ മെൽറ്റിങ്ങും ആഫ്റ്റർ മെൽറ്റിങ്ങും രണ്ടും തമ്മിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് ക്യാപിറ്റൽ M ബൈ റോ വാട്ടർ. ഓക്കെ, ഇത് സ്മോൾ m ബൈ റോ W, ഇത് സ്മോൾ m ബൈ സിഗ്മയാണ്. അപ്പോൾ ഈക്വൽ അല്ല. ഈ ഫസ്റ്റ് ടേം ഈക്വലാ, പക്ഷേ ഇത് ഈക്വൽ അല്ല. ഇതിലേതാ കുറവ് കൂടുതൽ നോക്കാം. ഏതാ? സിഗ്മ ആരുടെ ഡെൻസിറ്റിയാ? ബോഡീൻ്റെ. സിഗ്മ ഈ ബോഡീൻ്റെ ഡെൻസിറ്റി അല്ലേ, ഈ മുങ്ങിപ്പോയ ബോഡീൻ്റെ ഡെൻസിറ്റി അല്ലേ സിഗ്മ. ബോഡി എന്തുകൊണ്ടാണ് മുങ്ങിപ്പോകാൻ കാരണം ബോഡിക്ക് ഡെൻസിറ്റി കൂടുതലാണ് ആരെക്കാളും, വാട്ടറിനേക്കാളും. അപ്പം ബോഡീൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ് ബോഡീൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ടല്ലേ മുങ്ങിപ്പോയത്. അപ്പോൾ ഈ വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണിത്. അപ്പോൾ ഇത് കൂടുതലാകുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇത് കുറവാണ്. അപ്പോൾ ഇത് കുറവാണ്. അപ്പോൾ ഇത് അതിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞാൽ V1 + V2 ഈ സംഭവം ഇതിനേക്കാൾ കുറവാണ്, ലെസ് ദാൻ V'. എന്ന് വെച്ചാൽ ഈ V' അത്ര ഇല്ല. ആ V' അത്ര ഇല്ല. V' എന്തായിരുന്നു? ഇവർ രണ്ടാളും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ വോളിയം, ആ വോളിയം കാരണം ലെവൽ ഇവിടെ എത്തി. ഇനി ഇതെന്താ? V1 + V2 എന്താണ്? ഐസ് മെൽറ്റ് ചെയ്ത്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളം ഉണ്ടായി, അത് ഒന്ന് V2. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഈ ബോഡി അങ്ങ് താണു പോകും. അപ്പോൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് വാട്ടർ വരും. അപ്പോൾ രണ്ട് രീതിയിൽ വാട്ടർ ഉണ്ടായി. അതാണ് V1 + V2. ആ V1 + V2 ഇപ്പോൾ ഈ കേസിൽ ഉണ്ടാകുന്ന വാട്ടർ, ഐസ് മെൽറ്റ് ചെയ്തുണ്ടായ വാട്ടറും പിന്നെ ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആകുന്ന വാട്ടറും രണ്ടും കൂടി കൂട്ടിയപ്പോൾ ആരത്ര ഇല്ല? ഈ V' അത്ര ഇല്ല. V' കുറവാണ് എന്ന് പറഞ്ഞാൽ V' കുറവ്. V' ഉണ്ടെങ്കിൽ ആ ലെവൽ വരെ പോകില്ലേ. V' കൂടുതലുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോകും. അപ്പോൾ V' കുറവാണ്. V' കുറവെന്ന് പറഞ്ഞാൽ ആടെ എത്തൂല എന്ന് പറഞ്ഞാൽ ആടെ എത്തൂല, അതിനേക്കാൾ ലേശം കുറവായിരിക്കും. V' എത്തൂല, കാരണം ഇവിടെ ഉണ്ടാകുന്നത് V' കുറവാണ്. അപ്പോൾ ലെവൽ എന്താവുക ചെയ്യുക? അതിനേക്കാൾ കുറവാണ്. അപ്പോൾ ലെവൽ ഡിക്രീസസ് ആണ് ആൻസർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് ലെവലല്ല, ഈ സ്റ്റാർട്ടിംഗ് ലെവൽ കൂടി തന്നെയാണ്. അത് കൂടി തന്നെയാണ്, ഈ കേസിലും കൂടി തന്നെ, ഈ കേസിലും കൂടി തന്നെയാണ്. നമ്മൾ ലെവൽ ഏതാ? ഇവർ ഫ്ലോട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതാ ലെവൽ വാട്ടർ കാരണം ലെവൽ ആടി എത്തുമല്ലോ. ആ ലെവൽ എന്ത് സംഭവിക്കുക? അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഐസ് മെൽറ്റ് ചെയ്ത് അപ്പോൾ കല്ലാണുള്ളത്, കൂടെയുള്ളത്, അപ്പോൾ കല്ലങ്ങ് താണുപോകും. അപ്പോൾ കല്ല് താണുമ്പോൾ ലെവൽ കൂടൂലേ? ശരി, കൂടും. ഏത് ലെവൽ? ഈ സ്റ്റാർട്ടിംഗ് ലെവൽ കൂടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഈ ലെവലാണ്. ആ ലെവലിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കേസ് ഫസ്റ്റ് ചെയ്തത് ഐസ് മാത്രമാണെങ്കിൽ ഐസ് കംപ്ലീറ്റ് എന്തായാൽ മെൽറ്റായാൽ ലെവൽ റിമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ ഈ ലെവലാണേ പറഞ്ഞത്, റിമെയിൻ സെയിം. ഐസിൻ്റെ കൂടെ കോർക്കിൻ്റെ പ്രത്യേകത എന്നാ? അതാണ് രണ്ടാമത് ചെയ്തത്. കോർക്കിൻ്റെ പ്രത്യേകത വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഓക്കെ,
അപ്പോൾ ഐസ് കംപ്ലീറ്റ് മെൽറ്റായി. അപ്പോൾ കോർക്ക് പൊങ്ങിക്കിടന്നു. ആ കേസിൽ നമുക്ക് കിട്ടിയ ലെവൽ റിമെയിൻ സെയിം. അപ്പോൾ ഐസിൻ്റെ കൂടെയുള്ള ഐസ് മാത്രമാണെങ്കിൽ ലെവൽ സെയിം. ഐസിൻ്റെ കൂടെയുള്ളത് കോർക്കാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്, ഫ്ലോട്ട് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിലും ഐസ് മെൽറ്റ് ചെയ്താൽ നമുക്ക് നേരത്തെ കിട്ടിയ ലെവൽ റിമെയിൻ സെയിം. ഇപ്പോൾ എന്താ കിട്ടിയത്? ഐസിൻ്റെ കൂടെയുള്ളത് സ്റ്റീൽ ബോൾ, സ്റ്റോൺ അങ്ങനെയുള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ താണു പോകുന്ന സാധനങ്ങളാണ് ഐസിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ എന്താ ആൻസർ കിട്ടിയേ? ഈ ലെവലിനേക്കാളും എന്തെന്നാണ് കിട്ടിയേ? കുറവ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഐസിൻ്റെ കൂടെയുള്ളത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന സിങ്ക് ചെയ്ത് പോകുന്ന സാധനമാണെങ്കിൽ ഈ ലെവലിൽ എത്തൂല, അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ലെവൽ ഡിക്രീസസ് ആണ് ആൻസർ. ഓക്കെ, റെഡി? ഇങ്ങനെയുള്ള കുറച്ച് കേസുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ചെയ്യാനുള്ള ജനറൽ മെത്തഡായി പറഞ്ഞു. അപ്പോൾ ജനറൽ മെത്തഡ് എന്നാ, ആദ്യം ഇവർ എത്ര ആൾക്കാർ വേണം ഉണ്ടായിക്കോട്ടെ, അവർ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്തുള്ള ലെവൽ കണ്ടുപിടിക്കും. സ്റ്റാർട്ടിങ് ലെവലല്ല നിങ്ങൾ നോക്കണ്ടേ, ആ ലെവൽ കുറച്ച് കൂടും. ആ ലെവൽ കണ്ടുപിടിക്കുക. ആ ലെവൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വോളിയം കണ്ടുപിടിക്കുക. ആ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആകുന്ന വാട്ടറിൻ്റെ വോളിയം ആയിരിക്കും. ആ ലെവൽ കണ്ടുപിടിക്കുക. ഇനി മെൽറ്റ് ചെയ്തതിന് ശേഷമുള്ള എങ്ങനെയെല്ലാം വെള്ളം ഉണ്ടാകുന്നോ എന്ന് പറഞ്ഞാൽ ഇത് കാരണം ഡിസ്പ്ലേസ്ഡ് ആകുന്ന പിന്നെ മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വെള്ളം അതിൻ്റെ എല്ലാം വോളിയം കാണാം. എന്നിട്ട് ഈ ഉണ്ടാകുന്ന വോളിയം ഇത് സ്റ്റാർട്ടിങ് ലെവൽ കാണിക്കുക. എന്നിട്ട് ആ ഉണ്ടാകുന്ന വാട്ടർ കാരണം മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വാട്ടറും ഈ ഡിസ്പ്ലേസ്ഡ് ഉണ്ടാകുന്ന വാട്ടറും എല്ലാം ഉള്ള വോളിയം കാണാം. അപ്പോൾ അത് കാരണം ലെവൽ ഇങ്ങനെ കൂടുന്നത്, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കൂടുന്നത്. അപ്പോൾ ആ വോളിയം കാണാം. ഈ വോളിയത്തിന് ഈക്വൽ ആണെങ്കിൽ ലെവൽ സെയിം. ഈ വോളിയം അതിനേക്കാൾ കുറവാണെങ്കിൽ ലെവൽ ഡിക്രീസസ്. ഈ വോളിയം അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ലെവൽ ഇൻക്രീസസ്. ആ രൂപത്തിലല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, റെഡി? അങ്ങനെയുള്ള കുറച്ച് കേസുകൾ. ഓക്കെ, അപ്പോൾ ഏത് വന്നാലും ജനറലായിട്ട് ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഒരു കേസ് കൂടി ഞാൻ ചെയ്തുതരാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം ചെയ്തത് ഐസ് ഫ്ലോട്ട് ചെയ്യുന്ന വാട്ടറിലല്ലേ നമ്മളെല്ലാം എടുത്തത്. പകരം ഞാൻ അടുത്തൊരു കേസിൽ ഇവിടെ ഒരു ലിക്വിഡാന്ന് വിചാരിച്ചു, ഏതോ ലിക്വിഡ്. ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ വാട്ടറിനേക്കാൾ കൂടുതലാണ് വിചാരിച്ചു. അങ്ങനെ ഒരു കേസാണ് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലിക്വിഡിനകത്താണ് ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിക്വിഡിനകത്താണ് ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐസ് ക്യൂബ് മാത്രമേ ഉള്ളൂ വിചാരിക്കും. ഐസ് ക്യൂബിൻ്റെ കൂടെ വേറെ ഉണ്ടെങ്കിൽ നേരത്തെ ചെക്ക് ചെയ്ത പോലെയെല്ലാം ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ കൺസിഡർ എൻ ഐസ് ക്യൂബ്. ഓക്കെ, ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, ഐസ് ക്യൂബ് ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെയുള്ള ഒരു ലിക്വിഡിൽ ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ചോദ്യം ഇതാണ്, ഐസ് എന്ത് ചെയ്യുന്നു? ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ എന്താവും? കൂടുക കുറയോ? ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് ലെവലല്ല, ഇത് സ്റ്റാർട്ടിങ് ലെവലാണ്. ഐസ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത്രയും സ്ഥലത്തുള്ള ആ സ്ഥലം ഞാൻ വീഡാഷ് നേരത്തെ എടുത്ത പോലെ വീഡാഷ്. ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ എന്ന് പറയരുത്. ഇത്ര സ്ഥലത്ത് ഇപ്പോൾ ആരല്ല, വാട്ടർ അല്ലല്ലോ, ഏതോ ലിക്വിഡ് അല്ലേ. ഇപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാൾ ഇപ്പോൾ സീ വാട്ടർ ആകുന്ന സമയത്ത് കടൽ വെള്ളത്തിന് സാധാരണ വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതോ ലിക്വിഡ് വിചാരിക്കും. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ലിക്വിഡ് ഡിസ്പ്ലേസ്ഡായി. അപ്പോൾ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇവിടെ ലെവൽ കുറച്ച് കൂടും. അപ്പോൾ ലെവൽ കൂടാൻ കാരണം ആരാണ്? ഇവിടുന്ന് വരുന്ന ഡിസ്പ്ലേസ്ഡ് ലിക്വിഡാണ്. അതിൻ്റെ വോളിയമാണ് വി ഡാഷ് അല്ലേ. ലെവൽ കൂടി ഫ്ലോട്ട് ചെയ്യുന്നതാണ്. ഐസ് ക്യൂബിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ എം എടുത്തു. ഐസ് ക്യൂബിൻ്റെ മാസ് ക്യാപിറ്റൽ എം. ഓക്കെ, ഫ്ലോട്ട് ചെയ്യുമ്പോൾ എന്ന ഇക്വേഷൻ. അപ്പോൾ ബിഫോർ മെൽറ്റിംഗ് ആണ്, ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ബിഫോർ മെൽറ്റിംഗ്. ഓക്കെ, ബിഫോർ മെൽറ്റിംഗ് എന്ന ഇക്വേഷൻ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ ഐസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ mg വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആകുന്നത്? ഈ വി ഡാഷ് അല്ലേ. അല്ല, നേരത്തെ ചെയ്ത സാധനമല്ലേ വി ഡാഷ്. അവിടെ നിന്നല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക. അപ്പോൾ വി ഡാഷ്
വെയിറ്റ് ഓഫ് ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡ് ഡിസ്പ്ലേസ്, അപ്പോൾ ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എടുക്കണം. റോ ലിക്വിഡ് എടുക്കണം. വി ഡാഷ് റോ ലിക്വിഡ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസ്. ആരെ മാസ്? ഡിസ്പ്ലേസ്ഡ് ആകുന്ന ലിക്വിഡിൻ്റെ മാസ് ഇൻറ്റു ജി. ഇതാണ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ജി ക്യാൻസൽ. അപ്പോൾ വി ഡാഷ് എന്താവും? ഇക്കൽ ക്യാപിറ്റൽ എം ബൈ റോ ലിക്വിഡ് ആവും. ഇതാണ് വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്ഡ് ആകുന്ന ലിക്വിഡിൻ്റെ വോളിയം, അത് വി ഡാഷ്. ആ വി ഡാഷ് കാരണം ലെവൽ ഇവിടെ എത്തി. ഓക്കെ, ഇനി ചോദ്യം എന്നാ? ഐസ് മെൽ. അപ്പം നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇവിടെ ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ എന്താവും? ഏത് ലെവൽ? ഈ ലെവലാണേ. ആ ലെവൽ എന്താവും? ഓക്കെ, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യിക്കൂ. അപ്പോൾ എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ, അപ്പോൾ ആഫ്റ്റർ മെൽറ്റിംഗ് ആണേ പറയുന്നത്. ആഫ്റ്റർ മെൽറ്റിംഗ് എന്ത് സംഭവിക്കും? എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ, അല്ലേ? ഇപ്പോൾ നേരത്തെ എല്ലാം പറഞ്ഞ സാധനം തന്നെ. എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ, എം മാസ് ഐസ് മെൽറ്റ് ചെയ്താൽ ഉണ്ടാവും? വാട്ടർ ഉണ്ടാവും. എം മാസ് വാട്ടർ ഉണ്ടാവും. ഐസ് മെൽറ്റ് ചെയ്താൽ ഇവിടെയുള്ള ലിക്വിഡ് ഉണ്ടാവില്ലല്ലോ. ഐസ് മെൽറ്റ് ചെയ്താൽ വാട്ടർ അല്ലേ ഉണ്ടാവും? അല്ലേ? ഐസ് മെൽറ്റ് ചെയ്താൽ വാട്ടർ അല്ലേ ഉണ്ടാവും? അല്ലാണ്ട് ഐസ് മെൽറ്റ് ചെയ്താൽ ഈ ലിക്വിഡ് ഉണ്ടാവില്ലല്ലോ. അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ എം മാസ് ഐസ് മെൽറ്റ് ചെയ്ത് എം മാസ് വാട്ടർ ഉണ്ടായി. അപ്പോൾ വോളിയം എന്തായിരിക്കും? വോളിയം വി നിർത്തും. വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ മാസ് എം, ഡെൻസിറ്റി ആരുടെ? വാട്ടറിൻ്റെ. അപ്പോൾ റോ വാട്ടർ. അപ്പോൾ ഉണ്ടാകുന്ന വോളിയം എത്രയാണ്? എം ബൈ റോ വാട്ടർ. ഇത്രയും ഐസ് മെൽറ്റ് ചെയ്താൽ ആഫ്റ്റർ മെൽറ്റിങ് ഇത്രയും വാട്ടർ ഉണ്ടാവും. ഇത്രയും വോളിയം വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഐസ് ഇങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വോളിയം വാട്ടർ ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവൽ, സ്റ്റാർട്ടിംഗ് ലെവൽ ഞാൻ കാണിച്ചതാണ്. എന്നിട്ട് ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ കാരണം സ്റ്റാർട്ടിംഗ് ലെവൽ ഇങ്ങനെ കൂടി എന്നിട്ട് ആ ലെവൽ വരെ എത്തുമെന്നാൽ ചെക്ക് ചെയ്യണ്ടേ? അല്ലാണ്ട് സ്റ്റാർട്ടിംഗ് ലെവലല്ല ചോദ്യം. ഞാൻ പലപ്പോഴും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ വാട്ടറിൻ്റെ വോളിയം നോക്കൂ, ഇത് ഈനേക്കാളും കൂടുതലോ കുറവോ? നോക്കൂ, ഈ എം ഓക്കെ, അത് ഐസിൻ്റെ മാസാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഡെൻസിറ്റി കുറവായിരിക്കാം. ലിക്വിഡിനോ വാട്ടറിനോ? ഞാൻ ആദ്യം പറഞ്ഞു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ആർക്കാണ് ഡെൻസിറ്റി കുറവ്? വാട്ടറിന് ഡെൻസിറ്റി കുറവാണ്. ലിക്വിഡിനേക്കാളും ഡെൻസിറ്റി കുറവാണ് വാട്ടറിന്. അപ്പോൾ ഇത് കുറവാകുമ്പോൾ ഇതല്ലേ കൂടുതൽ? വാട്ടറിന് കുറവാണ്. അപ്പോൾ ഇത് കൂടുതൽ. അപ്പം ഇതാ കൂടുതൽ. വി ഗ്രേറ്റർ ദാൻ വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ കേസിലുണ്ടാകുന്ന വോളിയം, വാട്ടർ ഐസ് മെൽറ്റ് ചെയ്തുണ്ടാകുന്ന വാട്ടറിൻ്റെ വോളിയല്ലേ? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ഉണ്ടാവില്ല. ആ വാട്ടർ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ലെവൽ ഇങ്ങനെ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ലെവൽ ഇങ്ങനെ കൂടി വരും. പക്ഷേ ഈ കേസിലുള്ള ഈ വി ഡാഷിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണെന്ന് പറയുമ്പോൾ ലെവൽ അതിനേക്കാൾ മേലെ പോകും. ഇതേത് വോളിയമാണ്? വി എന്ന് പറഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ഉണ്ടാവുമല്ലോ. ആ വാട്ടറിൻ്റെ വോളിയം, ആ വാട്ടർ കാരണം ലെവൽ ഇങ്ങനെ കൂടും. ആ വോളിയം നേരത്തെ ഉണ്ടായിരുന്ന ഈ വി ഡാഷിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ലെവൽ ഇൻക്രീസസ്. ഓക്കെ, ഇനിയൊക്കെയാണ് ജനറൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലെവൽ ഇൻക്രീസ്. അപ്പോൾ ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള ലിക്വിഡിലാണെങ്കിൽ ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതൽ ഡെൻസിറ്റിയുള്ള ഒരു ലിക്വിഡിലാണ് ഐസ് എന്ത് ചെയ്യുന്നതെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ ഇൻക്രീസസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐസ് മാത്രമാണെങ്കിൽ വെള്ളത്തിൽ ഫസ്റ്റ് പറഞ്ഞ ഐസ് മാത്രം, വാട്ടറിൽ ഐസ് മെൽറ്റ് ചെയ്താൽ ലെവൽ സെയിം. ഐസിൻ്റെ കൂടെയുള്ളത് കോർക്ക്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു. ഐസ് മെൽറ്റ് ചെയ്താൽ ലെവൽ സെയിം പറഞ്ഞു. ഐസിൻ്റെ കൂടെയുള്ളത് വെള്ളത്തിൽ താന്നു പോകുന്ന സാധനങ്ങൾ, വെള്ളത്തിലുള്ളത് താന്നു പോകുന്ന സാധനങ്ങൾ ഐസിൻ്റെ കൂടെ ഇത്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്താൽ നമ്മൾ ചെയ്ത ലെവൽ ഡിക്രീസസ് ആണ് ആ കേസിൽ. ഇനി ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയ ലിക്വിഡിൽ. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്താൽ ലെവൽ ഇൻക്രീസസ്, ഈ ലെവലിനേക്കാളും കൂടും. അങ്ങനെയുള്ള കേസുകൾ. ഇനി ഒരു കേസ് ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇതിൽ ഇവിടം വരെ ലെവൽ
ഇതിനകത്ത് ഒരു കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ വിചാരിച്ചാൽ മതി, വെള്ളത്തിൽ ഒരു തോണി അങ്ങ് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെയായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാധാരണ വെള്ളത്തിൽ ഒരു കപ്പങ്ങാൻ പൊങ്ങി കിടക്കുന്നു, അങ്ങനെ എടുക്കാം. ഓക്കെ, ഒന്ന് ആലോചിച്ചോ. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ആദ്യം. ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ. ഇതിനകത്ത് കുറേ സ്റ്റീൽ ബോളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കല്ലുകളൊക്കെ ഉണ്ട്, വെള്ളത്തിൽ താണു പോകുന്ന സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ എന്താവും? ലെവൽ എന്താവും? അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വെള്ളം എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ലെവൽ ഇവിടെ എത്തും. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇത്രയും സ്ഥലത്ത് വീഴേഷത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സ്റ്റോണിൻ്റെ മാസ് സ്മോളം, തോണീൻ്റെ മാസ് ക്യാപിറ്റലും, അല്ലെങ്കിൽ കപ്പിൽ സ്റ്റോൺ അങ്ങനെ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ലെവൽ ഇവിടെ എത്തും. അപ്പോൾ ലെവൽ ഇവിടെ എത്താൻ കാരണം ആരാ? വി ഡാഷ്. ഇത്രയും സ്ഥലത്തുള്ള വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ? ഇവിടെ നിന്നല്ലേ ഇത് ഇങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ ആ സ്ഥലത്തുള്ള വെള്ളമല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക. അപ്പോൾ ഇവിടെ എത്തി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്റ്റോണുകളെയൊക്കെ എടുത്ത് വെള്ളത്തിൽ അങ്ങിട്ടേക്കുക. ഈ സ്റ്റോണുകളൊക്കെ എടുത്ത് വെള്ളത്തിലിടുക. അപ്പോൾ ലെവൽ എന്താവും? അപ്പോൾ നമ്മൾ പറയും സ്റ്റോണെല്ലാം വെള്ളത്തിലിട്ടാൽ, അപ്പോൾ സ്റ്റോണെല്ലാം വെള്ളത്തിലിട്ടാൽ തോണി പൊങ്ങി തന്നെ നിൽക്കുവേ. സ്റ്റോണെല്ലാം വെള്ളത്തിലിട്ടു, അപ്പോൾ തോണി പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ സ്റ്റോണൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടാൽ ലെവൽ എന്താവും എന്ന് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്റ്റോണെല്ലാം വെള്ളത്തിൽ, അപ്പോൾ വെള്ളത്തിൽ താണു പോയില്ലേ, അപ്പോൾ ലെവൽ കൂടി വരില്ലേ? അങ്ങനെയല്ല, ലെവൽ കൂടി വരും. ഏത് ലെവൽ? ഈ സ്റ്റാർട്ടിങ് ലെവൽ കൂടി വരും. അതെന്തായാലും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റാർട്ടിങ് ലെവലല്ല ചോദ്യം, ഈ ലെവലാ ചോദ്യം. ഈ ലെവൽ എന്താവും? അങ്ങനെയാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്റ്റോണെല്ലാം വെള്ളത്തിലിട്ടാൽ ആൻസർ വേണേൽ ഞാനങ്ങ് പറഞ്ഞുതരാം. ഈ ലെവൽ സ്റ്റോണെല്ലാം വെള്ളത്തിൽ വീണ്, അപ്പോൾ പിക്ചർ എങ്ങനെയാവും? പിക്ചർ ആലോചിച്ച് നോക്കൂ. സ്റ്റോണൊക്കെ വന്ന് വെള്ളത്തിൽ വീണ്, അല്ല ഒരു സ്റ്റോൺ മാത്രം സങ്കല്പിക്കുക, വെള്ളത്തിൽ വീണ്. അപ്പോൾ ഇവിടെ സ്റ്റോണെല്ലാം വെള്ളത്തിൽ വീണാൽ ഈ തോണി എന്താവും? തോണി അല്ലെങ്കിൽ കപ്പാണെങ്കിൽ കപ്പ് കുറച്ച് പൊങ്ങൂല്ലേ? അത്ര വെയിറ്റ്, നേരത്തെ സ്റ്റോണിൻ്റെ കൂടി വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ സ്റ്റോണെല്ലാം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊങ്ങുമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് ലെവൽ കാണിക്കുന്നു. ഇത് സ്റ്റാർട്ടിങ് ലെവലാണേ, ഈ ലെവൽ. അപ്പോൾ സ്റ്റോണെല്ലാം വെള്ളത്തിൽ വീണ്, അപ്പോൾ സ്റ്റോണെല്ലാം വെള്ളത്തിൽ വീണുമ്പോൾ തോണി കുറച്ച് പൊങ്ങും. തോണി കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ. ഓക്കെ, റെഡി? അപ്പം ഇത്രയും സ്ഥലത്തുള്ള അപ്പോൾ സ്റ്റോണെല്ലാം താഴെ വീണപ്പോൾ കപ്പ് കുറച്ച് പൊങ്ങി. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള വെള്ളം എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ അത് കണ്ടുപിടിക്കണം നിങ്ങൾ. ഈ സ്ഥലത്തുള്ള വെള്ളം ഇത് ഫ്ലോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സ്ഥലത്തുള്ള വെള്ളം ഡിസ്പ്ലേസ്, ഇത് സ്റ്റാർട്ടിംഗ് ലെവലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ സ്ഥലത്തു നിന്ന് വെള്ളം ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ V1, അതിൻ്റെ വോളിയം V1 എടുക്കുക, അത് കാണാം. ഇത്ര സ്ഥലത്തുള്ള വെള്ളം ഡിസ്പ്ലേസ്ഡ് ആയി. പിന്നെ സ്റ്റോൺ മുങ്ങിപ്പോയി. അപ്പോൾ ഇവിടുന്ന് അല്ലേ വാട്ടർ എന്താവും? അപ്പോൾ സ്റ്റോൺ വന്ന് നിന്നാൽ അവിടെ നിന്നും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ രണ്ട് രീതിയിൽ വാട്ടർ ഉണ്ടാവും. എങ്ങനെയല്ലോ? ഒന്ന് ഇത് കാരണം ഇവിടുന്ന് കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. പിന്നെ ഇത് കാരണം ഇവിടെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതണം. ഫ്ലോട്ട് ചെയ്യുമ്പോൾ എന്ന ഇക്വേഷൻ ഇത് പൊങ്ങി കിടക്കുന്നല്ലേ, വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേ, ആ ഫോമിൽ വെച്ച് ചെയ്യണം. ഇത് ഫുള്ള് മുങ്ങിപ്പോയാൽ മുങ്ങിയ സംഭവം വെച്ച് ചെയ്യുക. അതായത് ഇവിടുന്ന് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും, ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. അങ്ങനെ രണ്ടും കൂടി വന്നിട്ട് ഇതിൻ്റെ അത്ര എത്തുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ അത്ര, രണ്ട് സ്റ്റാർട്ടിങ് അല്ല, സ്റ്റാർട്ടിങ് കൂടും. ഇതിൻ്റെ അത്ര എത്തുമോ? എത്തില്ല, അതിനേക്കാൾ കുറേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. സ്റ്റോൺ വെള്ളത്തിലിട്ടാൽ ഈ ലെവൽ കൂടുതൽ ചെയ്യണ്ടേ? ലെവൽ കൂടും. ഞാൻ പറഞ്ഞു ഈ ലെവൽ കൂടും, പക്ഷേ ഈ ലെവലിൽ എത്തൂല. അപ്പോൾ ഇവർ രണ്ടും കൂടി നിൽക്കുമ്പോൾ ലെവൽ ഏതാ? ഇത് രണ്ടും ഇല്ലെങ്കിൽ ലെവൽ ഇത്, രണ്ടും കൂടി നിൽക്കുമ്പോൾ ലെവൽ അത്. അപ്പോൾ സ്റ്റോൺ വെള്ളത്തിലിട്ടാൽ ഈ ലെവൽ വരെ എത്തൂല, അതിനേക്കാൾ കുറവായിരിക്കും. ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞ ഐഡിയ ഉപയോഗിച്ചൊന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്താം. ശരി.